കുതിരിൽ നിന്ന് ഇറങ്ങി പോകുന്ന കാട്ടിലേക്ക് ഇങ്ങനെ പോകുക കാട്ടിലേക്ക്. അപ്പൊ അവിടെ തേനും ചെള്ളിയും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ വെട്ടി ആനയെങ്ങാനും വരിക കാണുമ്പോഴത്തേക്കും ആ വടിയും വിട്ട് വന്നണ്ട ആന ഇതെവിടെ നിൽപ്പുണ്ട്. അന്നേരത്തേക്കും വടിയും കൊണ്ട് പോണ ഭാഗമാണ് ആനയെ കാണുമ്പോൾ. മലയുടെ മണ്ടലേക്ക് കയറുന്നതായിട്ട് മലയുടെ മണ്ടലേക്ക് ആന കയറി പോയി കഴിയുമ്പോൾ ഞങ്ങൾ വരും. ആന പോതാടാ, ആന പോത് എന്നാ ബാന്ന് പറയും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് പോകും. കാട്ടിലങ്ങനെ മൃഗങ്ങൾ അവിടെ ആനയൊക്കെ ഉള്ള ഇവിടെ കടുവയൊക്കൊന്നും ഇല്ല. ആന മാത്രമേ ഉള്ളൂ. പന്നിയുണ്ട്, കാട്ടുപന്നിയുണ്ട്. മൃഗങ്ങളൊന്നും ഇല്ല ഇവിടെ, പേടിക്കാനും ഇല്ല. കാരണം കടുവയൊന്നും ഇല്ല. ആനയുണ്ട്. ആനയൊക്കെ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളിങ്ങനെ ആന ഇങ്ങനെ നിൽക്കുമ്പോ ഞാൻ ആനയുടെ ചുവട്ടിൽ നിന്ന് വരെ കപ്പ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അറിയാതെ ആന നിൽക്കുന്ന കണ്ടില്ല, കല്ല് പോലെ ഇങ്ങനെ നിന്നു. ഇവരെ അതിന്റെ അടുത്ത് ഞങ്ങൾക്ക് 2 നിലയുള്ള ഏർപ്പാടം ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ ഒറ്റ ഞങ്ങൾ കപ്പയൊക്കെ തലമേൽ ഇങ്ങനെ വെള്ളവും ഇങ്ങനെ ഒറ്റ ഏടിക്കമ്പ പിടിച്ച് ഞങ്ങൾ കയറിപ്പോകും ആനയ്ക്ക് പേടിച്ച്. അങ്ങനെയുള്ള ജീവിതമായിരുന്നു. കൊച്ചങ്ങളൊക്കെ പുറത്ത് കെട്ടിക്കൊണ്ട് നടക്കുന്ന ഇങ്ങനെ ഞങ്ങൾ കൊച്ചങ്ങളെ പുറത്ത് കെട്ടിയ അത് സാധാരണ ഇങ്ങനെ വട്ടമല്ല, ഇങ്ങനെ പുറത്തിങ്ങനെ പുറത്ത് കെട്ടുന്ന. ഇതിന് കൈവാലിന്റെ തൊലിയാണ്. ഇത് മുറുക്കാൻ കൊള്ളാം. ഇത് അന്ന് മുറുക്കുന്നത്. ഇത് പച്ചപ്പകല. ഇതും അടയ്ക്കാക്കടയൊക്കെ ഉണ്ടായിരുന്നു. ഇതാ കരിഞ്ഞു പോയി. ഇങ്ങനെ സാധനം 4 കുട്ടിയാണ് മുറുക്കുന്നത്. ഇത്ര കൂലിയുണ്ട്, അതെല്ലാം നീട്ടി ഇട്ട് മുറുക്കും. പിന്നെ നമ്മുടെ ഈ ഇതുണ്ട് കൂത്തിന്റെ പരിപാടിക്ക് ഞങ്ങൾ കൊട്ടുന്ന ഇതാണ് ഉപകരണ സാധനങ്ങൾ. ചേട്ടൻ ഏതെങ്കിലും മൃഗങ്ങളുടെ ഫ്രണ്ടിലൊക്കെ പെട്ടിട്ടുണ്ടോ? ഞാൻ പെട്ടിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഈ ആനയൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ പോയിട്ടുണ്ട്. ആന ഓടിക്കാൻ പോയിട്ടുണ്ട്. പണ്ട് പറന്ന് പോകുന്ന പക്ഷിനൊക്കെ വിളിച്ച് താഴെയാണ് പണ്ടൊക്കെ. അങ്ങ് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ. അതാണ്ട് 120-ആം വയസ്സിലാണ് എൻ്റെ അപ്പം മരിക്കുന്നത്. അപ്പോൾ പണ്ടത്തെ കാട്ടിറച്ചി കാട്ടുകിടങ്ങ് അതിലെ ഞണ്ട് മീനൊക്കെ തിന്ന് അവർക്ക് അത്രയും ആരോഗ്യമുണ്ട്. അന്ന് ഇതുപോലെ കൃത്രിമ സാധനം ഇല്ലല്ലോ.